കാലങ്ങളോളം ഒരേ ജോലി ചെയ്ത് മടുത്തവരാകും നമ്മളിൽ പലരും. ഒരുപക്ഷെ എന്നെങ്കിലും ഇതിലൊരു മാറ്റം വേണമെന്ന് ചിന്തിക്കാത്തവർ ചുരുങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് പ്രകൃതിയോടിണങ്ങിക്കൊണ്ട് വരുമാനം കണ്ടെത്തിയ ഒരു സുഹൃത്തിനെയാണ് ഇന്ന് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. കാണാം ഷിഹാബിന്റെ ഏദൻ തോട്ടത്തിലെ കാഴ്ചകൾ. അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിക്കും ഈ ഏദൻ തോട്ടം. കിളികളുടെ പാട്ട് കേട്ട്, പൂക്കൾ കണ്ട്, നല്ല വായു ശ്വസിച്ച് ഒന്ന് ഉണരണമെങ്കിൽ, പച്ചപ്പും ഹരിതാഭയും കാണണമെങ്കിൽ ഷിഹാബിൻ്റെ ഈ ഏദൻ തോട്ടത്തിലേക്ക് എത്തിയാൽ മതി. ബംഗളൂരു നഗരത്തിലെ IT ജോലി ഉപേക്ഷിച്ചാണ് പച്ചപ്പിന്റെ പാതയിലേക്കുള്ള ഷിഹാബിന്റെ ഈ പറിച്ചു നടൽ. നമസ്കാരം, മാതൃഭൂമിന്നാണ്. നിങ്ങളുടെ ഈ കൺസെപ്റ്റ് ഒക്കെ കണ്ട് കേട്ട് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി വന്നാണ്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓ ആയിക്കോട്ടെ. ഈ IT വിട്ട് ഇതിലേക്ക് വരാൻ കാരണം എന്താ? ശരി, നമ്മുടെ ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടാവും. അത് കണ്ടപ്പോൾ അങ്ങനെ ഒരു സ്വപ്നത്തിൽ ജീവിക്കണം എന്ന് ഒരുപാട് കാലം ഇങ്ങനെ ആഗ്രഹിച്ച് ബാംഗ്ലൂർ വന്നു. ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് ആക്ച്വലി ഇങ്ങനൊരു പ്രോജക്റ്റിലേക്ക് എത്തിയത്. നമ്മളൊരു എഡിബിൾ ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഫുഡ് ഫോറസ്റ്റ് ആണ് മെയിൻ. അതായത് ഇവിടെ ലാൻഡ് ഓൺ ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കുക, അതിലവരൊരു എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ വെക്കുക, അതിനനുസരിച്ച് ഫാം ടൂറിസം നടത്തുക. എങ്ങനെ ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് വരും? അങ്ങനെ വരുമ്പോൾ നമ്മൾ 10% ആണ് ഒരു ലാൻഡിൽ കൺസ്ട്രക്ഷൻ. അതായത് അഗ്രികൾച്ചർ ലാൻഡിൻ്റെ റൂളാണ്. എന്നാൽ മാത്രമേ ഈ ഒരു അഗ്രോ ടൂറിസത്തിന് ഒരു റിയൽ സെൻസ് കിട്ടുള്ളൂ. ആ ഒരു 10% നമ്മൾ നിർത്തണം. ബാക്കിയെല്ലാം എക്സ്പീരിയൻസ് ആണ്. ഈ കൃഷി മാത്രമാണോ, അതോ നമ്മളിപ്പോൾ ഈ കന്നുകാലി വളർത്തൽ അങ്ങനെയുള്ള ഒരു സൈഡായിട്ട് മറ്റു കാര്യങ്ങളും ഉണ്ടോ? നമ്മൾ അടുത്തൊരു 5 ഇയറിൽ കാണുന്നത് ഒരു 60 മുതൽ 70% വരെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ നിന്ന് തന്നെ ആക്കാൻ പറ്റുന്ന ഒരു സസ്റ്റൈനബിൾ വില്ലേജ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മളിതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം വരും. ഡയറി വരും, പൗൾട്രി വരും, അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന എല്ലാവിധ അഗ്രോ ടൂറിസം കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടിട്ടുണ്ട്. അതിൽ ആളുകൾക്ക് വന്ന് സ്റ്റേ ആക്കാം, ഇനി വേണ്ട ഒരു ഡേ വിസിറ്റ് ചെയ്യാം, വന്ന് പോവാം. അതിൽ നമുക്ക് അവർക്ക് കൃഷി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതും പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കുറേ ഇവൻറ്റ്സും വർക്ക്ഷോപ്സും നടത്തും. അതിനും വേണ്ടി ആളുകൾക്ക് വരാം. തിരക്ക് പിടിച്ച് ഈ നഗര ജീവിതത്തിൽ അതിൻ്റെ ഒപ്പം ഓടുമ്പോൾ ഒരിക്കലെങ്കിലും നമുക്കിങ്ങനെ കിളികളുടെ പാട്ട് കേട്ട് ഉണരണം, അതുപോലെ കുറച്ച് രാവിലെ ഇങ്ങനെ തൊടിയിൽ കൂടെ നടക്കണം, നമ്മൾ കൃഷി ചെയ്ത സാധനങ്ങൾ അത് വെച്ച് ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ഷിഹാബിൻ്റെ ഏദൻ തോട്ടത്തിലെ കാഴ്ചകളാണ് ഇതുവരെ പ്രേക്ഷകർ കണ്ടത്. ഏതായാലും എല്ലാവിധ ആശംസകളും. ഭാവിയിൽ ഇതൊരു മികച്ച ഏദൻ തോട്ടമായി മാറട്ടെ. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്.